ഹായ് ഗായ്സ്, ഞാനും എൻ്റെ മോളും കൂടെ ഉള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ തിരൂർ ടൗണൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ദാ മോള് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പിന്നെ മാറ്റാൻ നിന്നാൽ അധികം മേക്കപ്പ് ഇരിക്കും. കാര്യമായിട്ടൊന്നും ഞാൻ ഇടരുതെന്ന് പറയണതാണ്. പക്ഷെ എന്നാലും പൗഡർ മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞാലും ഓൾ എന്തെങ്കിലുമൊക്കെ വാരിപ്പൊത്തും. എനിക്ക് തീരെ ഇഷ്ടമുള്ള മേക്കപ്പ് യൂസ് ചെയ്യണം. ഞാൻ പറയും ഫേസൊക്കെ കേട് വരും ചെയ്യണ്ടെന്ന് പറഞ്ഞാലും കുട്ടി കേൾക്കൂല. അവൾക്കതിട്ടാൽ സംതൃപ്തിയാണ്. അതാണ് പ്രശ്നം. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും വാരി ഇടണ്ട, അത്യാവശ്യം എന്തെങ്കിലും ഇട്ടാൽ മതി, കൂടുതൽ ഇടണ്ട. ഫൗണ്ടേഷനൊക്കെ ഇടാൻ നിൽക്കിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തിരൂർക്കല്ലേ പോകുന്നത്, സാധനം മേടിക്കാനല്ലാതെ നമ്മൾ കല്യാണത്തിനൊന്നും പോവല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. തമാശയും പറയേണ്ട എൻ്റെ ഇടയിൽ കൂടെ അതാ ചിരിക്കണത് അവള്. അവൾക്ക് മുടി വാർന്നാൽ ഭയങ്കര മോഡലായിട്ടൊക്കെ വാരണം. അതിനൊന്നും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ പറയണം അവളോട് ഒന്നിച്ച് കെട്ടിയാൽ മതി, അല്ലെങ്കിൽ ഫ്രണ്ട് മാത്രം 2 സൈഡ് ചുരുട്ടിയിട്ടൊക്കെ കുറേ ടൈം എടുക്കും. സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ സമയമില്ലാതെ കുട്ടി അങ്ങനെ കെട്ടി പോകാൻ നോക്കും. അപ്പം ഞാൻ പറയും അങ്ങനെ കെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളും കൂടി അടി വെക്കും പോണ സമയത്ത്. അങ്ങനെ ടൈം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, നമ്മളിങ്ങനെ പെട്ടെന്ന് പോണതല്ലേ, ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ പോവാണ് കേട്ടോ. ഞങ്ങളുടെ ടൗണിൽ എടുത്ത് തിരൂരാണ് ഞങ്ങൾക്ക് എടുത്ത്. ബസ്സിനാണ് പോവുക കേട്ടോ. ഞങ്ങൾക്ക് ബസ് റൂട്ടൊക്കെ ഉള്ള ഏരിയയാണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോണത്. ഞങ്ങളുടെ അടുത്തൊന്നും മേടിക്കുക ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മരുന്നൊക്കെ മേടിക്കാണ്ടായപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയെന്ന് മാത്രം. എൻ്റെ മോളെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലൊക്കെ ഇട്ടിട്ട് പോവും, പിന്നെ അത് വന്നാൽ നമുക്ക് പണിയാവുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, അത് ഞാൻ അപ്പം തന്നെ എൻ്റെ എടുത്ത് വെക്കും. ഓൾക്ക് സമയമുള്ളപ്പോൾ ഓളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഓൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോകുന്ന സമയത്ത് അപ്പം ഞാൻ തന്നെ സമയം എടുത്ത് വെക്കണം, അല്ലെങ്കിൽ വന്നാൽ അത് പിന്നെ നമുക്കൊരു പണിയാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ചാൽ അത്രയും പണി നമുക്ക് കുറഞ്ഞിട്ടും. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നിലാക്കി വെക്കലാണ്, ബോക്സിലും ഇങ്ങനെ എന്ത് പാത്രങ്ങളിലൊക്കെ അല്ലെങ്കിലൊക്കെ അത് ഇതായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കും. അപ്പം എനിക്കത് ഇഷ്ടമല്ല. ഇപ്പോൾ അതിങ്ങനെ ഒരു ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് തിരഞ്ഞാൽ കിട്ടാനും ഒക്കെ അതിൻ്റെ വൃത്തി നിറം പോവാതിരിക്കാനുള്ള ഓർണമെൻറ്റ്സൊക്കെ അങ്ങനെ ഞങ്ങൾ എടുത്ത് വെക്കാം. അതാണ് ഞങ്ങൾക്കൊരു ബെറ്ററായിട്ട് തോന്നുന്നത്. പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പെട്ടെന്ന് പോവാനുള്ളതായി. ഇതാണ് പഴയ മേക്കപ്പ് സെറ്റാണ് കേട്ടോ. പിന്നെ മാലകളൊക്കെ കണ്ടില്ലേ, ഞാനിതുപോലെ വെക്കുക. എല്ലാ കാര്യങ്ങളും വേറെ വേറെ വെച്ചാൽ അങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന തിരക്കിട്ട സമയത്ത് പോകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. ഈ ഒരു ഇത് വെച്ചതിൻ്റെ ശേഷം ഇപ്പോൾ മാലകൾ മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടെടുത്തതാണ്. അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ എടുക്കാം. നമുക്ക് എടുത്തേക്കാൻ സുഖമാണ് കേട്ടോ. സ്കൂളിൽ പോയാൽ അതിനായിട്ട് വേറെ ടൈം കണ്ടെത്തണ്ട. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ അതിലൊക്കെ പൂട്ടി ഇറങ്ങി. ഞങ്ങളിങ്ങനെ പാടത്ത് കൂടി പോകണം, നല്ല രസമാണ്. ഞങ്ങൾ പാടത്ത് കൂടെയുള്ള പോക്കൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ നമുക്ക് പേടിയാണ് കേട്ടോ. ഇതിൻ്റെ പുല്ലും അങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ പോകണമല്ലോ. ഒരു പറമ്പിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ പുല്ലൊക്കെയാണ് നിറയെ. അപ്പം ഞങ്ങൾ ചെറിയൊരു പാമ്പിനെയും കണ്ടു. അപ്പോൾ പിന്നെ ഒന്നും കൂടി പേടിയായി. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ റോഡുണ്ട്, ആ റോട്ടുമ്പോൾ കയറിയതാണ്. ഒരു തോടാണ്, തോടിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ പോണ റോഡ്. അപ്പോൾ ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. മഴേൻ്റെ സമയത്ത് ഭയങ്കര രസമാണ് കേട്ടോ. ഫുള്ള് വെള്ളം കൂടിയിട്ട് നിൽക്കുന്ന ടൈം ഉണ്ടാവും. തോടൊപ്പത്തിന് റോഡിനൊപ്പം നിൽക്കും. അപ്പം ഇപ്പോൾ അതൊക്കെ വെള്ളം ഇങ്ങനെ പുഴ എടുത്തിട്ടുണ്ടായതുകൊണ്ട് അതിലേക്ക് വലിഞ്ഞിങ്ങനെ പോവും. സ്പീഡിൽ ഒലുണ്ട്. അങ്ങനെ ഞാനും മോളും കൂടി ഇങ്ങനെ ബസ് കയറാനുള്ള പോവാണ്. അപ്പം ബസ്സിന് ടൈം നമുക്കറിയില്ല. രാവിലത്തൊക്കെ ടൈം അറിയാം, പക്ഷെ ഞാൻ പോകുന്നൊരു ഉച്ച സമയം അയക്കണം കേട്ടോ. അപ്പോൾ ടൈമൊന്നും കറക്റ്റ് ടൈം നമുക്കറിയില്ല. പിന്നെ മോള് ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് കണ്ടപ്പോഴേ ഒന്ന് സ്റ്റൈലാക്കി പോവാണ്. ഞാൻ മോളോട് ഇങ്ങനെ പറയണേ അങ്ങനെയൊന്നും നടക്കണ്ട, നീ സാധാ പോലെ നടന്നു. അവൾക്ക് ഇടയ്ക്കൊരു കോമാളി തിരക്കുണ്ട് കേട്ടോ. രസമാണ് അങ്ങനെ. എന്നിട്ടിങ്ങനെ ഓളും ഞാനും കൂടി ഒരു കഥ പറഞ്ഞിങ്ങനെ പോവാണ്. അപ്പോൾ ഓള് പറയുന്നുണ്ട്, അമ്മ വീഡിയോ ഒക്കെ എടുത്ത് നടന്നിട്ട് താഴേക്ക് നോക്കി കണ്ട തോട്ട് കെടുക്കും, ഞാൻ ബുദ്ധിക്കൂല കേട്ടാന്നൊക്കെ പറയുന്നുണ്ട് ഇടയിൽ കൂടെ. ഓൾക്ക് ഇങ്ങനെ പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കതിന് ഇഷ്ടം തന്നെയാണ്. നമ്മുടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് കറങ്ങാൻ പോകുന്നത്, ടൈം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകും. സംഭവം ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ആവട്ടോ, വലിയ ആവശ്യങ്ങളൊന്നും ആവില്ല. എന്നാലും നമുക്ക് ബസ് റൂട്ട് എടുത്തുണ്ടായതുകൊണ്ട് അതിന് ബസ്സിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ കറങ്ങണതാണ്, പോകുന്നതാണ്. പിന്നെ ഫ്രണ്ടാളെ വീട്ടിലേക്ക് പോകും, ഫ്രണ്ടാളെ കൂട്ടിയിട്ട് പുറത്തൊക്കെ പോവും. വേറത്തെ ഒരു എൻജോയ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ വന്ന് ബസ് കിട്ടി, ബസ്സിലാണ് ഇപ്പോൾ കേട്ടോ. അങ്ങനെ അവൾക്കൊരു മൂഡ് ഓഫ്. ഫുഡ് കഴിച്ച പാടായിട്ട് അവളെന്നെ എന്തോ പറ്റുമ്പോൾ എനിക്ക് ഒരു ഇതില്ല എന്ന് പറയുന്നുണ്ട്. ഇരിക്കുമ്പോഴേ മേലൊക്കെ എടുക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് ഇളകാതിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ച പാടന്നെ ആയപ്പം
അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ മൂഡ് ഓഫിൽ ഇങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, മഴേൻ്റെ തണുപ്പ്, കുളിച്ച പാടൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ പകുതി എത്തി. ഇനിയിപ്പോൾ തിരൂർ എത്താനായിട്ടുണ്ട്. അങ്ങനെ പുറത്തിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 15 രൂപയാണ് കേട്ടോ ബസ്സിനാവുക. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് തിരൂർ സ്റ്റാൻഡിലേക്ക് 15 രൂപയാണ്. അപ്പം ഞങ്ങൾ ബസ്സിനിങ്ങനെ പോക്ക്, ഓട്ടോ ഒക്കെ വിളിച്ച് പോകുകയാണെങ്കിൽ 200-300 രൂപ 200 രൂപയ്ക്ക് എന്തായാലും ഉണ്ടാവും, 200 സംതിങ് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ പോക്കില്ല. നമ്മളെന്തെങ്കിലും ആവശ്യങ്ങളും കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിലേ പോവുള്ളൂ. പിന്നെ ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഒരു ഓട്ടോക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. തിരൂരിൽ നിന്ന് താഴെപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ വിളിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ മോള് പറഞ്ഞു ഓൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞപ്പോഴേ, അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് 2 കട്ലറ്റും മേടിച്ച് നമ്മൾ റിട്ടേൺ പോകുന്നു. നമ്മളങ്ങനെ കൂടുതൽ ടൈമൊന്നും കറങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് ഈ ടൈമിൽ അങ്ങനെ പിന്നെ പെട്ടുപോകും നമ്മൾ വരാൻ. വണ്ടി കിട്ടാൻ വൈകും, വണ്ടി കിട്ടിയാൽ തന്നെ ഫുൾ ആളായിരിക്കും, അങ്ങനെയൊക്കെ പേടിയാണ്. നല്ല കാറ്റും ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ നമ്മളങ്ങനെ പോവുകയൊക്കെ ചെയ്യും. അപ്പം മീൻ മേടിക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്താൽ വലിയ മീനൊക്കെ കണ്ടപ്പോൾ, സ്രാവിനൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചതാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് ചെമ്മീനും മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും.